ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ GCSനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാമിന് GCS എന്നുള്ളൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കുറേ നാളുകളായിട്ട് GCSൻ്റെ ടോപ്പിക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സ്റ്റേഷനിൽ കാണുന്നില്ല. പക്ഷേ എങ്കിലും തിയറിയുടെ സമയത്ത് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ GCSൻ്റെ അസസ്മെൻറ്റ് ചാർട്ട്, GCSൻ്റെ ഗ്ലാസ്കോസ്കോമ സ്കെയിലില്ലേ, അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വൈവ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് ടൈമൊക്കെ എക്സാമിന് പോയി കഴിഞ്ഞപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു എന്നുള്ളത് പിള്ളേർ പറഞ്ഞറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പം GCSൻ്റെ വൈവ അവർ ചോദിക്കുന്നത് നോർമൽ ബ്രെയിൻ ഫംഗ്ഷൻ അങ്ങനെയാണെങ്കിൽ GCS സ്കോർ എത്രയായിരിക്കുന്നതായിരിക്കും. അപ്പോൾ GCS സ്കോർ 15 ആണ് നോർമൽ ബ്രെയിൻ ഫംഗ്ഷന്. പിന്നെ 13 to 14 എന്ന് പറയുമ്പോൾ മൈൽഡ് ബ്രെയിൻ ഇഞ്ചുറിയാണ്. ഓക്കെ, മോഡറേറ്റ് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ 9 to 12 ആണ്. സിവിയർ ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ബിലോ 8 ആണെങ്കിൽ സിവിയർ ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് GCSൻ്റെ വൈവ എന്ന് പറയുന്നത്. GCS സ്കോർ 15 അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എവറി ഹാഫ് ആൻ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം പേഷ്യൻറ്റിൻ്റെ കേട്ടോ. പേഷ്യൻറ്റ് സിവിയർലി ബ്രെയിൻ ഇഞ്ചുറി ആണ്, ബിലോ 8 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എവറി 15 മിനിറ്റ്സ്, അതായത് കണ്ടിന്യൂസ് GCS മോണിറ്ററിങ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവറി ഹാഫ് ആൻ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ 15 കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ 3 പ്രാവശ്യം 15 സ്കോർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എവറി അവർലി ആക്കാം. ഓക്കെ, അവർലി ഫോർ 4 hours, പിന്നെ 2 hour കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് GCSന് ചോദിക്കുന്ന വൈവ. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.